അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ ഇബ്നു അല്ലാൻ റഹിമഹുല്ലാ, മുഹമ്മദ് അലി ഇബ്ൻ മുഹമ്മദ് എന്ന പേരുള്ള ഇബ്നു അല്ലാൻ റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 1057 അദ്ദേഹം സൂറത്തുൽ ഫുർഖാനിലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ, ഇബാദുർ റഹ്മാൻ അല്ലാഹുവിൻ്റെ നല്ല അടിമകൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ നീ പ്രദാനം ചെയ്യണമേ, നൽകണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇവിടെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയാണ് ബദഅ ബിസ്സൗജ. ആദ്യം പറഞ്ഞത് ഭാര്യയിൽ നിന്ന് കൺകുളിർമ നൽകണമേ എന്നാണ്. ആദ്യം ഭാര്യയാണ് പറഞ്ഞത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന എന്ന് പറഞ്ഞതിന് ശേഷമാണ് വദുർരിയാതിന എന്ന് പറഞ്ഞത്. അപ്പോൾ സൗജത്തിനെ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്, ഭാര്യയെ കൊണ്ട്. എന്തുകൊണ്ട്? ലിഅന്ന ഫി സലാഹിഹാ സലാഹൽ ദുർരിയ. കാരണം ഭാര്യ നന്നാകുന്നതിലൂടെയാണ് മക്കൾ നന്നാകുന്നത്. മക്കളുടെ നന്മ, സലാഹിയത്ത്, അത് ഭാര്യയുടെ സലാഹിയത്തിലാണ്. അപ്പോൾ ഒരു ഭാര്യ സാലിഹത്താകുമ്പോഴാണ് മക്കൾ സാലിഹായി തീരുക. മക്കൾ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഭാര്യ, ആ മക്കളുടെ ഉമ്മ സാലിഹത്തായ ഒരു സ്ത്രീയാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ഭാര്യമാരിൽ നിന്ന് റബ്ബെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് മക്കളിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുള്ളത്. കൺകുളിർമ, ഖുർറത്തു അയ്ൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് എന്താണ്? തൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളുമൊക്കെ അവർ ഇസ്ലാം അനുസരിച്ച്, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. മക്കൾ, ഭാര്യ ദീനനുസരിച്ച്, അള്ളാഹുവിനനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, സന്തോഷം, അതാണ് ഖുർറത്തു അയ്ൻ കൊണ്ട് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. അത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവിടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ നൽകണമേ എന്ന് പറയുമ്പോൾ ആദ്യം ഭാര്യയെ എടുത്തു പറയാനുള്ള കാരണം ഇബ്നു അല്ലാൻ റഹിമഹുല്ലാ പറഞ്ഞത് എന്താണ്? ഭാര്യ നന്നാകുന്നതിലൂടെയാണ് മക്കൾ നന്നാകുന്നത് എന്നാണ്. ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ പാഠശാല, മദ്രസ എന്നുള്ളത് അവരുടെ ഉമ്മയാണ്. മറ്റാരേക്കാളും അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് ഉമ്മമാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കളുടെ നന്മയിലും തിന്മയിലും, മക്കൾ നന്നാകുന്നതിലും കേടാകുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉമ്മയുടെ അവസ്ഥക്കനുസരിച്ചാണ്. ഒരു നല്ല ഉമ്മയിൽ നിന്ന് നല്ല മക്കളെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വൃത്തികെട്ട മാതാവിൽ നിന്ന് നന്മയുള്ള മക്കളെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തീരെ അങ്ങനെ സംഭവിക്കുകയില്ല എന്നല്ല. നമ്മുടെ മക്കൾ നന്നാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഉമ്മ നന്നാവുക എന്നുള്ളതാണ്. ഉമ്മ നന്നായി എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ നന്നാവുകയില്ല. പക്ഷേ ഉമ്മയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഉമ്മയുടെ ദീനിയായ അവസ്ഥ തീർച്ചയായും മക്കളിൽ സ്വാധീനം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് സഹോദരിമാരായ സ്ത്രീകൾ, ഉമ്മമാരായിട്ടുള്ള സ്ത്രീകൾ, അവർ സ്വന്തം മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം നന്നാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉപ്പമാരും ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹം ചെയ്യാത്ത സഹോദരങ്ങൾ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ സാലിഹത്തായ, മതനിഷ്ഠ പാലിക്കുന്ന സ്ത്രീകളെ ഭാര്യയാക്കി ശ്രദ്ധിക്കുക. വിവാഹം അന്വേഷിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് അതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.